ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് അത് ആവർത്തിക്കുന്നു. ഒരു പറവൂരുകാരനും അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല. കേരളം ഇന്ന് പുതിയൊരു വികസന പാതയിലാണ്. വി ഡി സതീശൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ വെറും വാക്കുകളല്ല, നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന സുസ്ഥിര വികസന പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. എന്താണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ നവകേരളം മാതൃക? 1. വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസനം. ഇത് നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 2. പുനരുപയോഗ ഊർജത്തിലേക്കുള്ള ചുവടുവയ്പ്. ഇത് പരിസ്ഥിതി സൗഹൃദമായ ഒരു സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കും. 3. ആധുനിക ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൌസിംഗ് ശൃംഖലകളും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും വഴി നാടിനെ ശുചിത്വമുള്ളതും ആധുനികവും ആക്കുകയാണ്. നമ്മുടെ യുവതലമുറയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ജോലി സാധ്യതകൾ ഇവിടെ തന്നെ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ നമ്മൾ സ്ഥാപിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കായി മെച്ചപ്പെട്ട അസിസ്റ്റഡ് ലിവിംഗ് സൗകര്യങ്ങളും സർക്കാർ ഉറപ്പുവരുത്തുന്നു. നമ്മുടെ പ്രവാസികൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ചെറിയ തുകകൾ പോലും സുരക്ഷിതമായി നിക്ഷേപിക്കാനും അതിൽ നിന്നും സാമ്പത്തിക ലാഭം നേടാനും കഴിയുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. പ്രവാസികൾ ഈ നാടിൻ്റെ വികസനത്തിൽ വെറും കാഴ്ചക്കാരല്ല, മറിച്ച് നമ്മുടെ സാമ്പത്തിക കുതിപ്പിൻ്റെ നിർണായകമായ പങ്കാളികളാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല, മറിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഭാവി തലമുറയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ദീർഘവീക്ഷണമുള്ള ഭരണമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. ഇതാണ് ആധുനിക കേരളം. അലസമായ പഴയ കാലഘട്ടത്തിന്റെ പടിയിറക്കവും വികസനത്തിന്റെ പുതിയ പുലരിയും. ഇനി കേരളം പിറകോട്ട് നോക്കില്ല. വെല്ലുവിളികളെ അതിജീവിച്ച് നാളെയുടെ കേരളത്തെ കെട്ടിപ്പടുക്കാൻ ഒത്തൊരുമിച്ച് മുന്നോട്ട്. ഇത് വെറുമൊരു ഭരണമല്ല, ഇതാണ് ചരിത്രം കുറിക്കുന്ന മാറ്റം. വരാനിരിക്കുന്നത് വികസനത്തിന്റെ സുവർണകാലം. ആവേശത്തോടെ നമുക്ക് ഒന്നിച്ചു നീങ്ങാം.